എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചിരകി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ചെറിയ ഉള്ളി, ഒരു 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2-3 കറിവേപ്പില, അതുപോലെ തന്നെ 1/4 സ്പൂണോളം നല്ല ജീരകവും, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. തേങ്ങയുടെ പേസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കഷ്ണങ്ങൾ വെന്തട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് മാറ്റി വെക്കുന്നത്. ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒന്നും കൂടെ കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ആ ഒരു പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഒരു 1/2 ലിറ്ററോളം തൈര്, നല്ല പുളി ഉള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പുളി കുറവാണെങ്കിൽ 1/2 ലിറ്റർ തൈര് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതും നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതേ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സ്പൂൺ വെച്ചിട്ട് ചേമ്പ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങയുടെ പേസ്റ്റ്